കേരള കോൺഗ്രസ് എം നേതാവായ റോഷി അഗസ്റ്റിൻ കൃത്യമായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും താൻ ബി ജെ പിയുമായി സഹകരിക്കില്ല. ബി ജെ പി എന്നത് രാഷ്ട്രീയപരമായി എതിർക്കപ്പെടേണ്ട പാർട്ടി തന്നെയാണ്. താൻ വിശ്വസിച്ച് പോകുന്ന രാഷ്ട്രീയം മാണി സാറിൻ്റെ രാഷ്ട്രീയമാണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യവും അതുപോലെ നിവർത്തികേട് കൊണ്ടാണ് ഇടതുപക്ഷവുമായി സഹകരിക്കേണ്ടി വന്നത്. അതിൻ്റെ കാരണം UDF അടിച്ചു പുറത്താക്കിയതിനാലാണ്. എന്നാൽ UDF അടിച്ചു പുറത്താക്കിയത് തന്നെയും തൻ്റെ പാർട്ടിയും മൊത്തത്തിലായിരുന്നില്ല. ജോസ് കെ മാണിയുടെ നയങ്ങളെ UDF കൃത്യമായി എതിർത്തിരുന്നു. KM മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതിരുന്ന LDFുമായി എങ്ങനെ സന്ധി ചെയ്യാൻ കഴിയുന്നു? ഇതൊരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. അതിൻ്റെ പേരിലാണ് ഇടതുപക്ഷ നേതാക്കൾ, ഇപ്പോഴത്തെ മന്ത്രിയായ ശിവൻകുട്ടി അടക്കമുള്ളവർ നിയമസഭയിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടിയത്. അന്ന് പ്രതിപക്ഷത്തിരുന്നവർ ഇപ്പോൾ ഭരണപക്ഷത്തെ ഒരു ഉളുപ്പുമില്ലാതെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ നേതാവായി ഒരു ഉളുപ്പുമില്ലാതെ ജോസ് കെ മാണി അവിടെ ഇരിക്കുന്നു. ഇടതുപക്ഷവുമായി ഇനി സഹകരിക്കുന്നതിന് ധാർമ്മികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് റോഷി അഗസ്റ്റിൻ വെട്ടിത്തുറഞ്ഞ് പറഞ്ഞതായ റിപ്പോർട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ റോഷി അഗസ്റ്റിനും അദ്ദേഹത്തിനോട് അനുഗമിക്കുന്ന നിരവധി പ്രവർത്തകരും ഇടതുപക്ഷം വിട്ട് UDFിലേക്ക് വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ജോസ് കെ മാണിയെ കൃത്യമായി അദ്ദേഹവുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധവും ഉപേക്ഷിക്കാൻ കൂടി റോഷി അഗസ്റ്റിൻ തയ്യാറാകുന്നതോടുകൂടിയാണ് കളിയിലെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരള കോൺഗ്രസ് എം പിളരും എന്നുള്ളത് ഇനി ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ജോസ് കെ മാണിയുടെ വഴിയും റോഷി അഗസ്റ്റിൻ്റെ വഴിയും രണ്ടും രണ്ടാണ്. രണ്ടുപേരും പാലക്കാരാണ് ജന്മം കൊണ്ടെങ്കിലും റോഷി അഗസ്റ്റിൻ്റെ കർമ്മമണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കി വിട്ടുള്ള ഒരു കളിക്കും റോഷി കൂട്ടി നിൽക്കില്ല. അതിനി KM മാണി പറഞ്ഞാൽ പോലും അല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ജോസ് കെ മാണി ചില നടപടികൾ എടുക്കുന്നത്. എന്നാൽ ജോബ് മൈക്കിളും റോഷി അഗസ്റ്റിൻ്റെ കൂടെ കൂടിയാൽ N ജയരാജ് ജോസ് കെ മാണിയുടെ ഒപ്പമായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പോഴത്തെ MLA മാർ, അതായത് 5 MLA മാരാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. അതിലെ ഭൂരിഭാഗം ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും റോഷി അഗസ്റ്റിൻ്റെ കൂടെയാണ് ഭൂരിഭാഗം പാർട്ടി നേതാക്കളുമെങ്കിൽ ജോസ് കെ മാണിക്ക് ധാർമ്മികപരമായി ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വരും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തക്കിട തരികിട പറഞ്ഞ് നിൽക്കേണ്ടി വരും. BJPയുമായി സഹകരിക്കാൻ BJPയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കാൻ നിൽക്കുന്ന ജോസ് കെ മാണിയോട് ഇനി ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന രീതിയിലേക്കാണ് റോഷി അഗസ്റ്റിൻ നീങ്ങുന്നത്. റോഷി അഗസ്റ്റിൻ്റെ കൃത്യമായ നിഗമനം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായും BJPയുമായി അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇടതുപക്ഷം കളിക്കുന്നത്. അവർ എവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും ജയിപ്പിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്കറിയാം, CPI എന്ന രണ്ടാമത്തെ ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തെ പോലും തകർക്കാൻ വേണ്ടി CPIM നടത്തിയ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ നേർരേഖയാണ് തൃശ്ശൂരിലെ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കൃത്യമായി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നികത്തി പറയാവുന്നതാണ്. പിന്നെയാണോ ഒരു ജോസ് കെ മാണി വിഷയം എന്നുള്ളതാണ് തർക്കമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്.